ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു ടേസ്റ്റി ബീഫ് കറിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എൻ്റെ സൗണ്ടിന് കുറച്ച് അടപ്പൊക്കെ ഉണ്ട്, കോൾഡ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം എല്ലാവരും. അതിനു വേണ്ടി നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ അതിനകത്ത് പിടിച്ച് ഒന്ന് സെറ്റാവാൻ വേണ്ടിയാട്ടോ. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം 2 മുളക്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂണോളം ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ബീഫ് കറി ആയതുകൊണ്ടാണ് കേട്ടോ വെള്ളം ഒഴിക്കണത്, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫിന് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ, അതിനു വേണ്ടി കുറച്ചധികം തന്നെ വെള്ളം ഇവിടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച ശേഷം ഒരു 6 വിസിൽ അടുപ്പിക്കണം. ആദ്യത്തെ വിസിൽ ഒരു ഹൈ ഫ്ലെയിമിൽ ഇടണം. ബാക്കിയുള്ള 5 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടടുപ്പിക്കാൻ. കുക്കറിൻ്റെയും അതുപോലെ തന്നെ ബീഫിൻ്റെയും വേവിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ വിസിലടുപ്പിക്കുന്നതിൻ്റെ കണക്ക് നോക്കാൻ. അപ്പോൾ എനിക്കിവിടെ ഒരു 6 വിസിൽ വേണ്ടി വന്നു. നമ്മളിത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി ഒന്ന് പച്ചമണം മാറുന്നോടം വരെ ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ശേഷം 2 സവാള, ഒരു മീഡിയം സൈസ് 2 സവാള, കാരണം ഇവിടെ ബീഫിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര എടുത്തേക്കുന്നത്. ബീഫിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ സവാള എടുക്കുന്നതിലും വ്യത്യാസം വരും. നന്നായി ഒന്ന് വഴറ്റി ഗോൾഡൻ കളർ ആവുന്നിടം വരെ വഴറ്റി കൊടുക്കണം. ശേഷം 2 തക്കാളി, ചെറിയ 2 തക്കാളി എടുത്തേക്കുന്നത്, അതും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം തക്കാളി. ഇടയ്ക്ക് 1 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളി എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. എല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് പച്ചമണം മാറുന്നോടം വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അതിലേക്ക് പച്ചമണമൊക്കെ മാറിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഈ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
നമ്മളിത് കുറച്ചുകൂടെ കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണേ, കാരണം ഇത് കുറുകി വരും നന്നായിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റോളം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം, ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചത്. അപ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം മുകളിൽ. എന്നിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ അടച്ച് വയ്ക്കുകയാണ്. ഒന്ന് തിളയ്ക്കുന്നോടം വരെ ഒന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ച് നമ്മൾ വേവിക്കുക. ഒരു 10 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കും. അതിന് ശേഷം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുരുമുളകും കൂടി അതിലോട്ട് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ സെറ്റായി. അപ്പം നമ്മളിത് ചെറിയൊരു ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വെച്ചെന്നുള്ളൂ. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിങ്ങനെയാട്ടോ ബീഫ് കറി വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.